നമസ്കാരം. ജൂൺ മാസം കാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം മഹാഭാഗ്യം വന്നു ചേരുന്ന കുറേയധികം നക്ഷത്ര ജാതകരുണ്ട്. 5 നക്ഷത്ര ജാതകരെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിലൊന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ രോഹിണി നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിൽ വലിയ തോതിലുള്ള ഭാഗ്യാനുഭവത്തിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ വന്നു ചേരുവാൻ ഭാഗ്യം കിട്ടുന്നത്. ഒത്തിരി നേട്ടങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ധാരാളം കാണപ്പെടുന്ന സമയമാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ പൂവണിയുന്നൊരു കാലഘട്ടമാണ്. നിങ്ങൾക്ക് ലോട്ടറിയൊക്കെ അടിച്ച് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം കാണപ്പെടുന്ന സമയത്താണ്. അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകർ കുടുംബക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക, വഴിപാടുകളൊക്കെ നടത്തുക. അഥവാ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വീണ്ടും പിന്തുടരുക. നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബദേവീ ദേവന്മാരുടെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നതോടുകൂടി തന്നെ മഹാഭാഗ്യത്തിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നത്. ഗവൺമെൻറ് സർവീസുകളിൽ ജോലിയൊക്കെ ലഭിക്കുവാൻ ഇവർക്ക് മികച്ച സമയമാണ്. കുറേ നാൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും. സാമ്പത്തിക കാര്യങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതയൊക്കെ ഇവർക്ക് മാറ്റിയെടുക്കുവാനും അനുയോജ്യമായിട്ടുള്ളൊരു കാലഘട്ടവും സമയമാണ്. വലിയ തോതിലുള്ള ഭാഗ്യാനുഭവത്താൽ അതിസമ്പന്നമായ ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ മകം നക്ഷത്ര ജാതകരാണ്. ഈ മകം നക്ഷത്ര ജാതകർക്ക് കഴിഞ്ഞുപോയ സമയങ്ങളിൽ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും പേരുദോഷങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തികളാണ്. വളരെയധികം മാനസിക സംഘർഷങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഇനിയെല്ലാം നിങ്ങൾക്കത് മാറിക്കിട്ടുന്നൊരു സമയമാണ്. മഹാഭാഗ്യ വർഷമാണ് ഈ നക്ഷത്ര ജാതകർക്ക് വരാൻ പോകുന്നത്. അതായത് മകം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ ആ കുടുംബത്ത് വലിയ നേട്ടങ്ങളാണ് വരാൻ പോകുന്നത്. ആഗ്രഹ പൂർത്തീകരണങ്ങളൊക്കെ ഉണ്ടാകും. നല്ലൊരു വീട് വെക്കണമെന്ന ആഗ്രഹത്തോടൊക്കെ നിൽക്കുന്ന കുടുംബങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ മകം നക്ഷത്ര ജാതകരെ കാരണം നിങ്ങൾക്ക് വീട് വെക്കുവാൻ കഴിയുന്ന സമയമാണ്. ഒരുപക്ഷെ ഒരു ലോട്ടറി പോലും അടിച്ച് ആ കുടുംബത്ത് വലിയ മഹാഭാഗ്യങ്ങൾ വന്നു ചേരുവാനുള്ള സമയവും സാഹചര്യങ്ങളുമാണ്. അതുപോലെ തന്നെ മകം നക്ഷത്ര ജാതകരാണ് നിങ്ങളെങ്കിൽ വിദേശത്തൊക്കെ ലോട്ടറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തുനിന്ന് ഭാഗ്യം പരീക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളായി മാറുന്നതായിരിക്കും. തൊഴിൽ രംഗത്ത് അംഗീകാരങ്ങളും പ്രശസ്തിയും നിങ്ങളെ തേടി വരുന്നതായിരിക്കും. വിദേശ യാത്രകൾ നടക്കുന്ന സമയമൊക്കെയാണ്. നിങ്ങളുടെ മനസ്സിൽ കൊതിച്ച് നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ കാലയളവിൽ നേടിയെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി കൊടുത്താൽ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് കഴിയുന്ന സമയമാണ്. അതുപോലെ തന്നെ ശത്രുവിന് മേൽ വിജയങ്ങളൊക്കെ കൈവരിക്കുവാൻ കഴിയും. ജോലി സ്ഥലത്തൊക്കെ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. നിങ്ങൾക്ക് മാനസികമായിട്ട് ജോലിയെ പോലും വെറുക്കുന്ന രീതിയിലേക്കുള്ള സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അത് വലിയ പേരുദോഷമൊക്കെ എത്തിയിട്ടുണ്ടായിരിക്കും. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ ശത്രു താനെ നിങ്ങളിൽ നിന്നും വിട്ടൊഴിയുന്ന സമയമാണ്. നിങ്ങൾക്ക് മഹാഭാഗ്യ വർഷം നിങ്ങൾക്ക് തേടി വരുന്ന സമയമാണ്. ജോലിയിലെ സ്ഥാനക്കയറ്റങ്ങളൊക്കെ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടായി കിട്ടും. അതുപോലെ തന്നെ അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. കൂട്ടത്തിൽ ആരെങ്കിലും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർ നിങ്ങളുടെ കുടുംബത്തോ നിങ്ങളോ ആണെങ്കിൽ നിങ്ങൾ ഒന്നോർത്തോ, നിങ്ങൾക്ക് ഇനി സാമ്പത്തിക ഉയർച്ചയുടെ കാലഘട്ടമാണ്. മികച്ച രീതിയിലുള്ള ജീവിത വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കും. നിങ്ങൾ ആരൊക്കെ കളിയാക്കിക്കൊള്ളട്ടെ, കഴിഞ്ഞു പോയ സമയങ്ങളിൽ നിങ്ങളെ പുച്ഛിച്ചവരുണ്ടാകാം, അപമാനിച്ചവരുണ്ടാകാം, നിങ്ങളെ മാറ്റി നിർത്തിയവരുണ്ടാകാം. ഇവരെ എല്ലാവരുടെയും മുമ്പിൽ നിങ്ങൾക്ക് തല ഉയർത്തി ജീവിക്കുവാൻ കഴിയുന്ന സമയമാണ്. ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കും. നിങ്ങൾ പോലും കൊതിക്കുന്നതിനപ്പുറത്തേക്കുള്ള നേട്ടങ്ങളിലേക്കാണ് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാൻ പോകുന്നത്. നിക്ഷേപങ്ങൾ ഇരട്ടിയായി വർദ്ധിക്കുന്ന സമയമാണ് നിങ്ങൾക്ക്. ഒരുപക്ഷെ നിങ്ങൾ പോലും വിചാരിക്കും ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇതിനെയാണ് പറയുന്നത് ഈശ്വര അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കില്ല അല്ലെങ്കിൽ നടക്കില്ല എന്ന് പറയുന്ന രീതിയിൽ നിന്നും വളരെ മികച്ച രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതം ഉയർന്ന സമയവും സാഹചര്യങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇനി അങ്ങോട്ട് തെളിയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയും വളരെയേറെ അത്ഭുതകരത്തോടു കൂടി നിങ്ങളെ നോക്കിക്കാണുന്നൊരു സമയവും സാഹചര്യവുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. ഈ നക്ഷത്ര ജാതകർ എല്ലാ ദിവസവും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. അത് രാവിലെ കുളിച്ച് വൃത്തിയായി നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ദുഃഖങ്ങളായിക്കോട്ടെ സന്തോഷങ്ങളായിട്ടുള്ള എല്ലാം തന്നെ സർവേഷന് മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങുക. ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളും വലിയ ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ വസ്തു കച്ചവടങ്ങളിലൊക്കെ വൻ ലാഭങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയമൊക്കെയാണ് നമുക്ക്. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഉത്രാടം നക്ഷത്ര ജാതകരാണ്. ഈ ഉത്രാടം നക്ഷത്ര ജാതകർക്ക് ഈ മാസം മുതൽ അങ്ങോട്ട് കാര്യവിജയത്തിൻ്റെ സമയമാണ്. വിജയ തുടർച്ചയുടെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്, അനുഭവത്തിൽ വരാൻ പോകുന്നത്. മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ഇവയിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ഉണ്ടാകും. നിങ്ങളുടെ മനസ്സ് വളരെയധികം ശാന്തതയോടുകൂടി സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതും കൊതിച്ചതുമായിട്ടുള്ള ഏത് വലിയ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയം നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ മനസ്സിന് വളരെ സന്തോഷവും ആത്മസംതൃപ്തിയൊക്കെ ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് കുടുംബവുമൊത്ത് നിങ്ങൾക്ക് ജീവിക്കുവാനും കുടുംബവുമൊത്ത് ഒരുപാട് സമയം നിങ്ങൾക്ക് ചിലവഴിക്കുവാനും കഴിയുന്ന സമയമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് നിലവിലെ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നിങ്ങൾ കുടുംബവുമൊത്ത് ഒരു നേരം പോലും ഇരിക്കാൻ കഴിയാത്തത്ര മാനസിക വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ടായിരിക്കാം. അതൊക്കെ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് മാറുന്ന സമയമാണ്. സമൂഹത്തിൽ നിങ്ങൾക്കൊരു വിലയും നിലയും കിട്ടി തുടങ്ങുന്ന സമയമാണ്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വെച്ചടി കയറ്റം ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ വ്യാപാരം വലിയ തോതിലേക്ക് വളരുന്നൊരു സമയമാണ്. നിങ്ങൾ പോലും അറിയാത്ത ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ സമയം അനുകൂലമാകുന്നതായിരിക്കും. എന്ത് തന്നെയായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള സാമ്പത്തിക ഉന്നതികളാണ് ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് തേടി വരാൻ പോകുന്നത്. ഉദ്യോഗാർത്ഥികളാണെങ്കിൽ
നിങ്ങൾക്ക് സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥിയാണെങ്കിൽ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നതായിരിക്കും. മാതാപിതാക്കൾക്ക് അഭിമാനകരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നതായിരിക്കും. എന്ത് തന്നെയാലും കുടുംബത്തിൽ നിന്നുള്ള പിന്തുണയൊക്കെ ഒരുപാട് ലഭിക്കുന്നതുകൂടി തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ, വിജയങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായും അകന്നു നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടെ നിങ്ങൾ പ്രവർത്തിക്കുക. കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. മാസത്തിൽ ഒരു വട്ടമെങ്കിലും നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് കുടുംബദേവീ ദേവന്മാർക്ക് വേണ്ടുന്ന പൂജകളും വഴിപാടും കർമ്മങ്ങളും കൃത്യസമയത്ത് നടത്തുക. അങ്ങനെയെങ്കിലും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള ദൈവാനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ പോലും അറിയില്ല നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നത് അപ്പുറത്തേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാനും ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാനും കഴിയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈശ്വര വിശ്വാസത്തോട് നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഈശ്വരൻ ഉറപ്പായും നിങ്ങളെ ജീവിതത്തിൽ കൈവിടുകയില്ല, വലിയ നേട്ടത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നതായിരിക്കും. അടുത്ത രേവതി നക്ഷത്രമാണ്. ഈ രേവതി നക്ഷത്രക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ജൂൺ മാസം പൊതുവേ വലിയ നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും നടക്കുന്നതാണ്. സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ വലിയ തോതിൽ ഉയരുന്നതായിരിക്കും നിങ്ങൾക്ക്. അത് ലോട്ടറിയിലൂടെയാകാം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ നിക്ഷേപ രംഗത്ത് വലിയ വർധനവുണ്ടാകുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ വസ്തുവിന്മേലുള്ള ലാഭമായിരിക്കാം. എന്തു തന്നെയായാലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സമയമാണ്. പ്രണയബന്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഈ സമയങ്ങളുണ്ട്. ദാമ്പത്തിക പ്രശ്നങ്ങൾ പരസ്പരം സംസാരിച്ച് അത് ഒരു സ്വരമയോടുകൂടി നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. ആരോഗ്യകാര്യങ്ങളിൽ തൃപ്തികരമായിട്ടാണ് കാണപ്പെടുന്നത്. എന്ത് തന്നെയായാലും ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ മികച്ച സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. ജാതകവശാൽ എല്ലാവിധമായ സൗഭാഗ്യങ്ങളും വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങൾ നിങ്ങൾക്ക് ഈശ്വരൻ കൊണ്ടുവരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളും കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. പിന്നെ മാനസികമായിട്ട് ചെറിയ പ്രശ്നങ്ങളും ചെറിയ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. അതൊക്കെ മാറിക്കിട്ടും. അതിന് നിങ്ങൾ പ്രാർത്ഥിക്കുക. മനസ്സ് അലട്ടുന്ന പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായും എടുത്ത് മാറ്റുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വലിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. അതുകൊണ്ട് ഈശ്വരനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സാമ്പത്തിക ഉന്നതികളും വിജയങ്ങളും കൈവരിക്കുവാൻ സർവേശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ കഴിയുന്നൊരു സമയമാണ് രേവതി നക്ഷത്ര ജാതകർക്ക് വരാൻ പോകുന്നത്. അതായത് വലിയ തോതിലുള്ള സംഭവങ്ങളാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. ഒരു വീടില്ലാതെ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വീട് ലഭിക്കാനുള്ള സാഹചര്യങ്ങളും സമയവും തെളിഞ്ഞു നിൽക്കുന്ന സമയമൊക്കെയാണ്. എല്ലാ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും നടത്തുന്ന പൂജ നിങ്ങൾക്ക് ഉൾപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കണമെങ്കിൽ വീഡിയോയുടെ താഴെ വന്നിട്ട് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാ ദിവസത്തെ പൂജയിലും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങളും ഒരുപാട് നേട്ടങ്ങളും അതുകൊണ്ടുണ്ടാകുന്നതായിരിക്കും. ഉറപ്പായി നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.